പക്ഷെ ഞാൻ ഇത് നിങ്ങളോട് ഇപ്പോൾ ഈ വിഷയം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാർ മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. ഞാൻ അവനോട് 10 പറയാൻ വന്നിരിക്കുക. എന്താ മീറ്റ് ദ എഡിറ്റേഴ്സിന് ആദ്യയില് എന്തൊരു ബഹളം അരുൺകുമാറിന്റെ തുള്ളി മെനകേടാക്കി ഫോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചൂടാ, ഈ ആശാന്റെ പേരിൽ ഒരു പോക്സോ കേസ് ഉണ്ടല്ലോ അരുൺകുമാറിന്റെ പേരിൽ. അയ്യേ, ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? അരുൺകുമാർ പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആള് ഷഹബാസ്, അയാൾ ഇപ്പൊ റിപ്പോർട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ജാനുവരിയിലാണ് ഇവർക്കെതിരെ പോക്സോ കേസ് എടുത്തത് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് സ്റ്റേഷൻ. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുത്തു. അരുൺകുമാർ ഓടി ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ട് ആ പ്രോസിക്യൂഷനോട് ചോദിച്ചത് എന്ത് കേസാണപ്പാ എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് തനിക്ക് അനുകൂലമായ പരാമർശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ആശാൻ ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല, ഞാൻ വിടുതലായി എന്നുള്ള മട്ടിൽ എന്നെ പെരുമാറാൻ തുടങ്ങി. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ശരി, എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് നാട്ടുകാരും ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഇപ്പോ പുള്ളി കയറിയിട്ട് അങ്ങോട്ട് വാൻ പുണ്യാളനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഇതെന്ത് പിശാചിക്കലാണ് കുടുംബം പിടിക്കണവരെ പിടിക്കണത്. പോട്ട് കോളിംഗ് കെറ്റിൽ ബ്ലാക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, ആ രീതിയിൽ അങ്ങോട്ട് അലറി വിളിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്നതിന് മുമ്പ് അവനവന്റെ യോഗ്യത കൂടിയൊന്ന് നോക്കണം. അപ്പോഴാണ് ഞാൻ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് കട്ടയ്ക്കങ്ങ് നിൽക്കും. ഒരു രീതിയിൽ അവർ ഈ എത്ര പെണ്ണുങ്ങളുണ്ടോ അത്രയും പെണ്ണുങ്ങൾക്കെല്ലാം കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP ഇവരുടെയൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, ബന്ധമില്ലെങ്കിൽ അവരുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആൾ BJP-കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ആളിനെ അവർ രക്ഷിച്ചെടുക്കും. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. അവർ ഈ VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ഉപേക്ഷിച്ച പോലെ ഒന്നും അവരവരുടെ MLA-യോ ചെറുപ്പക്കാരെയോ ഒന്നും അവർ ഉപേക്ഷിക്കാറില്ല. P. ശശി, PK ശശി, P. ശശിയുടെ കാര്യം മൂത്ത അവസാനം P. ശശി ഇവിടെ കോയമ്പത്തൂര് ആയുർവേദ ചികിത്സയ്ക്ക് പോയി. കേരളത്തിൽ ഇപ്പോൾ ഈ ശശി എന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു കോമഡി സെറ്റപ്പാ. അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരാണ് ഗോപി കോട്ടമുറിക്കൽ. എത്ര കേസുകൾ, അവരിതിന്റെ ഉസ്താദുക്കളാണ്, അറിയാമോ? സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയോ വയ്ക്കാതിരിക്കുകയോ ഒക്കെ അവരുടെ കാര്യം. മുരളീകൃഷ്ണനെ പാർട്ടി വെച്ച് പൊറപ്പിക്കണോ, മന്ത്രിസഭയിൽ നിന്ന് താഴെ ഇറക്കണോ എന്നൊക്കെ ഉള്ളത് അവരുടെ ധാർമ്മികതയുടെ കാര്യം. ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല. എന്തെല്ലാം പോക്കൃത്തരം രാഷ്ട്രീയത്തിൽ നടക്കും. ഇതൊക്കെ പതിവ് കാര്യങ്ങളല്ലേ. ജവഹർലാൽ നെഹ്റുവിന് എഡ്വിന മൗണ്ട് ബാറ്റനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. മൗണ്ട് ബാറ്റൻ പ്രഭുവിന് വരെ അറിയാമായിരുന്നു. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? നെഹ്റുവിന് ഇഷ്ടം പോലെ അഫയേഴ്സ് ഉണ്ടായിരുന്ന ആളാണ്. വേറെയും വീക്ക്നെസ് ഉണ്ട്. ഭയങ്കരമായ ആള്. നമ്മളുടെ AK ശശീന്ദ്രൻ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ആള്, പുള്ളിയുടെ ഒരു ഇത് പുറത്തു വന്നതല്ലേ, വോയിസ് ക്ലിപ്പ്. AK ശശീന്ദ്രൻ ഡിം എന്നും പറഞ്ഞ് രാജിവെച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരിച്ച് പിണറായി വിജയൻ പുള്ളിയെ മന്ത്രിയാക്കി. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. നിങ്ങൾ ഈ തമാശയൊക്കെ ഓർക്കുന്നുണ്ട്? ഇന്ന് വരെ ആർക്കും അറിഞ്ഞൂടാ ആ വോയിസ് ക്ലിപ്പ് അത് ശശീന്ദ്രന്റെ തന്നെ ശബ്ദമായിരുന്നോ അല്ലേ? ആരും ചോദിക്കുന്നുമില്ല, ഒന്നുമില്ല. നമുക്ക് പറഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാൽ തന്നെ അറിഞ്ഞൂടാ ആളുകൂലാന്തരിച്ചാണെന്ന്. ശശീന്ദ്രൻ ഇപ്പോഴും ഒറ്റക്കൊമ്പനെ പോലെ വനം മന്ത്രിയായിട്ട് തെക്കുവടക്ക് നടക്കുന്നുണ്ട്. ഇതേ മീഡിയയുടെ കൺമുമ്പിൽ കൂടെ ആ മനുഷ്യൻ നടക്കുന്നു. ഇന്ന് വരെ ഒരാൾ ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം അന്ന് മീഡിയ മൊത്തം ശശീന്ദ്രന്റെ കൂടെയായിരുന്നു. ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് നിൽക്കുന്നവര് അന്ന് ഹ്യൂമനൈസറുടെ കൂടെയായിരുന്നു, ശശീന്ദ്രന്റെ കൂടെ. അന്നൊന്നും ഇല്ലാതിരുന്ന സ്നേഹവും കൊണ്ട് നിങ്ങൾ ഇപ്പൊ വന്നപ്പോ അസ്വസ്ഥത തോന്നി. തെറ്റുണ്ടോ? എന്നിട്ട് ഈ വോയിസ് ക്ലിപ്പ് പുറത്തു കൊണ്ടുവന്ന മംഗളം ചാനലിനെ എല്ലാവരും കൂടെ ചേർന്ന് പൂട്ടിച്ചു. കേസുമായി. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? അവരുടെ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കുക, എന്തൊക്കെയോ ബഹളമൊക്കെ വെച്ചിട്ട് മംഗളം ചാനൽ പൂട്ടിപ്പോയി. ഒരു വുമനൈസറുടെ കാര്യം പുറത്ത് കൊണ്ടുവന്ന ചാനൽ പൂട്ടിപ്പോയി. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. അപ്പോൾ ഈ അന്ന് ഒരു മൊറാലിറ്റിയാണ് മീഡിയൈസ്, ഇന്ന് വേറൊരു മൊറാലിറ്റിയാണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. എനിക്കത് വിരോധമൊന്നുമില്ല, ഏത് മൊറാലിറ്റിയാണോ ഇത് തീരുമാനിച്ച് ചെയ്യുക. അല്ലാതെ ആളുതോറും ഇങ്ങനെ മൊറാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത് വലിയ ശരിയൊന്നുമല്ല. നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ ശരിയാവില്ല കേട്ടോ. സ്ഥിരത വേണം, സ്ഥിരത. രാഷ്ട്രീയക്കാർ അവർക്ക് വ്യക്തിപരമായ ഒരു മൊറാലിറ്റിയാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ. എടാ മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അതുകൊണ്ട്
കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചത് ജ്ഞാനപ്പാനയിൽ പറഞ്ഞ പോലെ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? രാഹുൽ വളരെ പെട്ടെന്ന് മീറ്റിയോറിക് റൈസ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കോൺഗ്രസ്സിൽ. പെട്ടെന്നൊന്നും അങ്ങനെ കോൺഗ്രസ്സിൽ പിടിച്ചു കയറാനൊന്നും, പക്ഷേ 11 വ്യാഴം നിൽക്കുകയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിം എന്ന് പറഞ്ഞ് നേതാവാകുകയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, പാലക്കാട് MLA ഒക്കെ ആയിട്ട് അടിച്ച് കയറി ഷൈൻ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് ദേ വരുന്നു ഗ്രഹണം. ഒറ്റടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. ഷാഫി പറമ്പിലിന് ഇതൊക്കെ അറിയാം. അപ്പോൾ ഷാഫി ഉത്തരവാദിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഷാഫിയുടെ വീട്ടിൽ എല്ലാം ഉണ്ണാളതാണ്ട. ഈ അരുൺകുമാറിൻ്റെ പോക്സോ കേസ് മാത്രമല്ല, മീഡിയയിൽ എത്ര പേരുടെ ഇപ്പം ഈ നമ്മൾ കാണുന്ന മുഖങ്ങളിൽ എത്ര പേര് കേസിൽ കുടുങ്ങിയവരുണ്ടെന്നറിയാമോ? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഗാനലോക വീഥികളിൽ വേണുമാട്ടിടയൻ വേണു കുടുങ്ങിയവരല്ല, FIR ഒക്കെ ഇട്ട് അത് സ്ത്രീകളെ ഇതുപോലെ സ്ത്രീകളെ അശ്ലീലം പറഞ്ഞു, തോണ്ടി പിച്ചി, കള്ളു കുടിച്ച് തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ ധാരാളമുണ്ട്. മീഡിയയിലുള്ള പലരും അത്തരം FIRൽ പ്രതികളാണ്. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. പിന്നെ പിണറായി വിജയൻ ഒരു ഭക്തവത്സലനായതുകൊണ്ടും ശാന്തശീലനായതുകൊണ്ടും പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് മാത്രം കേസുകൾ പ്രൊസീഡ് ചെയ്യുന്ന ആളായതുകൊണ്ടും കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ആരാണോ കുഴപ്പക്കാരൻ അവനെ പിണറായി ഈ FIR എടുത്ത് കാണിക്കും. മോനെ, ഈ സാധനം എൻ്റെ കയ്യിലുണ്ട്, നിന്നെ പിടിച്ച് പോലീസ് സത്യമായിട്ടൊരു അബദ്ധം പറ്റിയത് കേസാക്കരുത്. ഞാൻ ചൂടാക്കണോ? അയ്യോ വേണ്ട ചേട്ടാ. അപ്പോൾ പിന്നെ അത്രയധികം വാചകടിച്ച് കയറല്ലേ എന്ന് പറയും. ഇങ്ങനെ പേടിച്ച് പേടിച്ചുള്ളൊരു ജീവിതം നിനക്ക് വേണോ പ്രഭേ? ഇന്നിപ്പോൾ പിണറായി വിജയനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ അരുൺകുമാർ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത്. ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പാർലമെൻറ്റിൽ 543 മെമ്പർമാരാണല്ലോ, അതിൽ 251 പേര് കേസുള്ളവരാണ്. 251. അതിൽ ഇരട്ടക്കൊലപാതകമുണ്ട്, ആൾക്കൂട്ടക്കൊലപാതകമുണ്ട്, ബലാത്കാരമുണ്ട്. മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളുണ്ട്, ഇനിയും അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ. ഭേദനം, കൊള്ള, കൊല, ആർസൺ, കൊള്ളിവെപ്പ്, ഇതൊക്കെ ഈ ക്രൈമൊക്കെ ചെയ്ത ആൾക്കാർ അവരുടെയൊക്കെ പേരിൽ FIR, അന്വേഷണം പകുതി വഴിക്കായി, മുഴുവനാകാൻ പോകുന്നു, തീരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെയുള്ള 251 വീരന്മാരടങ്ങിയതാണ് നമ്മുടെ പാർലമെൻറ്റ്. ഇതാണ് ഇന്ത്യ. ഈ വീരന്മാർക്ക് പാർട്ടി വ്യത്യാസമൊന്നുമില്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. കോൺഗ്രസ് ഉണ്ട്, സമാജ്വാദി പാർട്ടിയുണ്ട്, BJP ഉണ്ട്, RJD ഉണ്ടെന്ന് പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പാർലമെൻറ്റിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ടമാനം വീമ്പടിക്കാതിരിക്കുക. അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ മറ്റുള്ളവരുടെ മന്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു പുണ്യാളച്ചൻ സ്വന്തം കാലിൽ മന്തുണ്ടോ എന്ന് ചെറുതായിട്ടൊന്ന് തപ്പി നോക്കുന്നത് നന്നായിരിക്കും. അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാൻ കേട്ടോ. ഇന്നത്തേക്കുള്ളത് വയറ് നിറച്ച് കിട്ടിയില്ലേ?